Good morning students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് BA BCom ഡിഗ്രി ഫസ്റ്റ് ഇയറിലെ കോമൺ ഇംഗ്ലീഷ് ഗ്രാമറിനകത്ത് 6ാമത്തെ യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ പേര് അഡ്വേർബ്സ് ആൻഡ് അഡ്വേർബിയൽ ഫ്രേസസ് എന്നാണ്. അപ്പോൾ അഡ്വേർബ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സെന്റൻസിനകത്ത് ഒരു പ്രത്യേക ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്നാൽ അഡ്വേർബിയൽ ഫ്രേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ വാക്കിനോട് ചേർന്ന് ഒരു വാക്കോ ഒന്നിൽ കൂടുതൽ വാക്കുകളോ ഒരുമിച്ച് വരുന്നതാണ് അഡ്വേർബിയൽ ഫ്രേസ്. ഫ്രേസ് അതായത് PHRASE ഫ്രേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടോ മൂന്നോ വാക്കുകളുടെ ഒരു ഗ്രൂപ്പ് എന്നാണ് അർത്ഥം. അതായത് ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 2 or 3 words. It has half meaning, not complete meaning. അതായത് ഒരു കുറച്ച് മീനിങ് ഉണ്ട്, എന്നാൽ ഒരു കംപ്ലീറ്റ് മീനിങ് ഇല്ലാത്ത ഒരു കൂട്ടം വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. അഡ്വേർബ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വേർഡാണ്. അഡ്വേർബിയൽ ഫ്രേസ് എന്ന് പറയുന്നത് ആ വേർഡിനോടൊപ്പം ഒന്നോ രണ്ടോ വാക്കുകളും കൂടി ചേർന്ന് വരുന്നതാണ് അഡ്വേർബിയൽ ഫ്രേസ്. അപ്പോൾ നമുക്ക് അഡ്വേർബ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. Yes, Janaki sang sweetly. ഈ സെന്റൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. Yes, Janaki sang sweetly. ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതായത് കർത്താവ്, അതായത് കർമ്മം ചെയ്യുന്ന ആള് യെസ് ജാനകിയാണ്. ഇതിനകത്തുള്ള ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വേർബ് എന്ന് പറയുന്നത് സാങ് ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് സബ്ജക്റ്റ് ആണ്, ഇത് വേർബ് ആണ്. എന്നാൽ ഇതെന്താണ് സ്വീറ്റ്ലി എന്ന് പറയുന്നത്? അപ്പൊ ഈ സ്വീറ്റ്ലി എന്ന് പറയുന്ന വാക്ക് ഈ സെന്റൻസിലെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഈ ആക്ഷൻ എങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഈ വേർഡ് സ്വീറ്റ്ലി എന്ന് പറയുന്ന വേർഡ് കാണിക്കുന്നത്. അതായത് എസ് ജാനകി സിംഗിങ് എന്ന് പറയുന്ന ആക്ഷൻ എങ്ങനെ ചെയ്തു, അത് സ്വീറ്റ്ലി മധുരമായി പാടി. അപ്പോൾ ഈ മധുരമായി, അതായത് ഈ ആക്ഷൻ എങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഉത്തരം, അതായത് ഹൗ ദ ആക്ഷൻ ഇസ് ഡൺ, അതിന്റെ ഉത്തരമാണ് ഇവിടെ സ്വീറ്റ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേർബ്, ഈ വേർഡ് സ്വീറ്റ്ലി എന്ന് പറയുന്ന വേർഡ് വേർബിനെ പറ്റി പറയുന്നതാണ്. അതായത് വേർബിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് ഈ സ്വീറ്റ്ലി. അപ്പോ ഈ വേർഡിനെയാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്വീറ്റ്ലി ആണ് അഡ്വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വേർബിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അഡ്വേർബ് ഈസ് എ വേർഡ് ദാറ്റ് ടെൽസ് സംതിങ് അബൌട്ട് ദ വേർബ്. അതായത് അഡ്വേർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിനകത്തുള്ള വേർബിനെ പറ്റി എന്തെങ്കിലും പറയുന്നതാണ് അഡ്വേർബ്. അപ്പോ ആഡ്വേർബിന്റെ മറ്റൊരു സവിശേഷതയും കൂടി നമുക്ക് നോക്കാം. മിക്കവാറും ആഡ്വേർബുകളെല്ലാം ly എന്ന 2 അക്ഷരങ്ങളിൽ അവസാനിക്കും. അതായത് ly എന്ന് പറയുന്ന സഫിക്സ്, അതായത് ഒരു പ്രിൻസിപ്പൽ വേർഡ്, ഒരു റൂട്ട് വേർഡിന് ശേഷം ഒന്നോ രണ്ടോ ലെറ്ററുകൾ അല്ലെങ്കിൽ 4 ലെറ്ററോ 5 ലെറ്ററോ എത്രയെങ്കിലും ലെറ്ററുകൾ ആഡ് ചെയ്യുന്നത്. അതായത് സ്വീറ്റ് എന്ന് പറയുന്ന വേർഡാണ് ഇവിടുത്തെ റൂട്ട് വേർഡ്. റൂട്ട് വേർഡിന് ശേഷം ഒരു അഡിഷൻ ഓഫ് ലെറ്റേഴ്സ് വരുന്നതിനാണ് സഫിക്സ് എന്ന് പറയുന്നത്. എന്നാൽ റൂട്ട് വേർഡിന് മുമ്പേ ആണ് അഡിഷൻ വരുന്നതെങ്കിൽ അതിനെ പ്രിഫിക്സ് എന്ന് പറയും. അപ്പോൾ ly എന്ന് പറയുന്ന ഒരു സഫിക്സ് മിക്കവാറും ആഡ്വേർബ്സിലെല്ലാം തന്നെ ഉണ്ടാവും. എന്നാൽ എല്ലാ ആഡ്വേർബ്സിലും ly ഉണ്ടാവണമെന്നും ഇല്ല. അപ്പോൾ ആഡ്വേർബ് ഒരു സെന്റൻസിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ആ വേർഡിന് ശേഷം ly എന്ന ലെറ്ററിൽ അവസാനിക്കും. ഇനി മറ്റൊരു ആഡ്വേർബ് നോക്കാം, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The cat ran quickly. The cat ran quickly. അപ്പോൾ ഈ സെന്റൻസിനകത്ത് ആഡ്വേർബ് ഏതാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും.
സബ്ജക്റ്റ് ആണ്, അതായത് കർത്താവാണ്. റാൻ എന്ന് പറയുന്നത് ഇതിലെ verb ആണ്, അതായത് ആക്ഷൻ ആണ്. എന്നാൽ quickly എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിലെ adverb. അപ്പോൾ ഈ quickly എന്ന് പറയുന്ന വേർഡിനെ ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്, അതായത് എങ്ങനെ ഓടി, ക്വിക്ലി ഓടി, ഫാസ്റ്റ് ആയിട്ട് ഓടി. അപ്പോൾ ഈ വേർബിനെ പറ്റി, ഈ വേർബ് എങ്ങനെയാണ് നടന്നത് എന്ന് കാണിക്കുന്ന ഈ വേർഡാണ് ഈ സെന്റൻസിന്റെ ആഡ്വേർബ്. അപ്പോൾ ഈ വേർഡ് നമുക്ക് നോക്കാം. ഈ വേർഡ് ly-ൽ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ക്വിക്ലി എന്ന് പറയുന്നതാണ് ഇതിന്റെ ആഡ്വേർബ്. അപ്പോൾ മറ്റ് എക്സാമ്പിൾ പറയാം. she stood up suddenly എന്ന് പറയുമ്പോൾ സഡൻലി ആണ് ആ സെന്റൻസിലെ ആഡ്വേർബ്. അതുപോലെ തന്നെ the children played happily എന്ന് പറയുമ്പോൾ ഹാപ്പിലി ആണ് അതിനകത്തുള്ള ആഡ്വേർബ്. പിന്നെ അതുപോലെ തന്നെ she danced gracefully എന്ന് പറയുമ്പോൾ ഗ്രേസ്ഫുള്ളി ആണ് അതിനകത്തുള്ള ആഡ്വേർബ്. ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ മനോഹരമായി എന്നേ അർത്ഥമുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മിക്കവാറും സെന്റൻസുകളിൽ എങ്ങനെയാണ് ആക്ഷൻ നടന്നത് എന്ന് കാണിക്കുന്ന ly-ൽ അവസാനിക്കുന്ന ഒരു വേർഡ് ആയിരിക്കും ആഡ്വേർബ്. പിന്നെ ly-ൽ അവസാനിക്കാത്ത ധാരാളം വേർഡുകളുണ്ട്. പിന്നെ നമുക്ക് ly-ൽ അവസാനിക്കാത്ത ഒരു ആഡ്വേർബ് നോക്കാം. ഇപ്പൊ ഈ ക്വിക്ലിക്ക് പകരം നമ്മളിവിടെ ഫാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ക്വിക്ലിക്ക് പകരം ഫാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആഡ്വേർബ് ഫാസ്റ്റ് ആണ്. ഫാസ്റ്റിന്റെ ഒപ്പം ly വരില്ല. പക്ഷെ പല മലയാളികളും ഫാസ്റ്റ്ലി എന്ന് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, ഇംഗ്ലീഷിനകത്ത് ഫാസ്റ്റ്ലി എന്നൊരു വേർഡ് തന്നെ ഇല്ല. അത് തെറ്റായിട്ടുള്ള ഉപയോഗമാണ്. അതുപോലെ തന്നെ she studied well എന്ന് പറയുമ്പോൾ well ആണ് അവിടുത്തെ ആഡ്വേർബ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ പ്രധാനമായിട്ടും ഹൗ ആഡ്വേർബുകളാണ്, അതായത് എങ്ങനെയാണ് ആക്ഷൻ നടന്നത് എന്നുള്ള തരത്തിലുള്ള ആഡ്വേർബുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്
he comes here often എന്ന് പറയുമ്പോൾ often ആണ് അവിടുത്തെ adverb of number. പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് adverb എന്ന് പറയുന്നത് adverbs of degree അല്ലെങ്കിൽ to what extent അല്ലെങ്കിൽ ഏത് ലെവൽ വരെ എന്ന് കാണിക്കുന്നതാണ് adverbs of degree. അപ്പോൾ adverbs of degreeക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ you are very late. You are very late. അതിനകത്ത് very എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഡിഗ്രി കാണിക്കുന്നത്. ഏത് ലെവൽ വരെ എന്ന് കാണിച്ചിരിക്കുന്നത് you are very late. ഇതിനകത്ത് very എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഇവിടെ adverb of degree. അതായത് ഏത് ലെവൽ വരെ to what extent എന്ന് കാണിക്കുന്ന വേർഡ് very ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ he is extremely unhappy over your misconduct. He is extremely unhappy over your misconduct. നിങ്ങളുടെ സ്വഭാവം മോശം സ്വഭാവത്തിൽ അയാൾ വളരെ ദുഃഖിതനാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി എക്സ്ട്രീംലി എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ ഈ adverb of degree കാണിക്കുന്നത്. അതായത് വളരെയധികം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് adverb അല്ലെങ്കിൽ ആറാമത്തെ ടൈപ്പ് ഓഫ് adverb എന്ന് പറയുന്നത് adverbs of affirmation or negation. affirmation എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഡിക്ലറേഷൻ എന്നാണ് അർത്ഥം. അതായത് സ്ഥാപിച്ചു പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിച്ചു പറയുന്നതാണ് affirmation എന്ന് പറയുന്നത്. negation എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ അല്ല എന്ന് പറയുന്നതാണ് negation. അതായത് yes എന്നുള്ളതിന് ഉത്തരം പറയുന്നത് affirmationും no എന്നുള്ളതിന് ഉത്തരം പറയുന്നത് negationുമാണ്. അപ്പോൾ affirmation അല്ലെങ്കിൽ negation കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. he certainly owes a lot. നോക്കുക, he certainly owes a lot. അവൻ തീർച്ചയായും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ തീർച്ചയായും അതായത് ഒരു കാര്യം സ്ഥാപിച്ചു പറയുകയാണ്. തീർച്ചയായും എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന certainly ആണ് ഇവിടത്തെ adverb of affirmation എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. he will surely explain it എന്ന് പറയുമ്പോൾ അവൻ തീർച്ചയായിട്ടും അത് വിശദീകരിച്ചു തരും. അവിടെ surely തീർച്ചയായും എന്നുള്ളതാണ് adverb of affirmation എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് adverb നോക്കാം. അതായത് ഏഴാമത്തെ ടൈപ്പ് interrogative adverbs. അപ്പോൾ interrogative എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ മറ്റ് യൂണിറ്റുകൾ പഠിച്ച ഓർമ്മയുണ്ടാവും. interrogative എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല question words എന്നാണ് അർത്ഥം. അതായത് what, why എന്നൊക്കെയുള്ള question wordsനെയാണ് interrogative എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ interrogative adverbs മൂന്നെണ്ണമാണ് ഇംഗ്ലീഷിലുള്ളത്. അതായത് നാലെണ്ണമാണ് ഇംഗ്ലീഷിലുള്ളത്. why, where, how, when. എന്തുകൊണ്ട്, എവിടെ, എങ്ങനെ, എപ്പോൾ എന്ന് അർത്ഥം വരുന്ന ഈ നാല് വാക്കുകളാണ് interrogative adverbs എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ടൈപ്പ് ഓഫ് adverb എന്ന് പറയുന്നത് relative adverbs ആണ്. അതായത് ഒരു സെന്റൻസിന്റെ ഒരു ഭാഗത്തിന് മറ്റൊരു ഭാഗവുമായിട്ടുള്ള ഒരു റിലേഷൻ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന adverbs ആണ് relative adverbs. ഈ relative adverbs മൂന്നെണ്ണമാണ് ഉള്ളത്. അതായത് where, when, why. അപ്പോൾ ഈ relative adverbsലും interrogative adverbsലും ഒരേ വാക്കുകൾ വരുന്നുണ്ട്. അതായത് whereഉം whyയും whenഉം വരുന്നുണ്ട്. പക്ഷേ interrogative
tell me the reason why you are late. Tell me the reason why you are late. ഈ സെന്റൻസ് ഒരു ക്വസ്റ്റ്യൻ അല്ല. ഈ സെന്റൻസിനകത്ത് why എന്ന് ഉപയോഗിച്ചിരിക്കുന്നതാണ് റിലേറ്റീവ് അഡ്വർബ്. ഇവിടെ ഈ സെന്റൻസിന്റെ ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ കാണിക്കാനാണ് why ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിലേറ്റീവ് അഡ്വർബ് എന്ന് പറയുന്നത്. അപ്പോൾ റിലേറ്റീവ് അഡ്വർബിന് മറ്റൊരു ഉദാഹരണം കേട്ടോളൂ. I know the street where the municipal office is. എനിക്ക് മുനിസിപ്പൽ ഓഫീസ് ഇരിക്കുന്ന സ്ട്രീറ്റ് ഏതാണെന്ന് അറിയാം. I know the street where the municipal office is. ഇവിടെ where എന്ന് പറയുന്നതാണ് റിലേറ്റീവ് അഡ്വർബ്. അത് സെന്റൻസിന്റെ മിഡിലാണ് വരുന്നത്. അത് സെന്റൻസിന്റെ രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും അഡ്വർബ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഏതൊക്കെ തരം അഡ്വർബ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ചുരുക്കി പറയുകയാണെങ്കിൽ അഡ്വർബ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിൽ ആക്ഷൻ എങ്ങനെ നടന്നു, എവിടെ വെച്ച് നടന്നു, എപ്പോൾ നടന്നു, എത്ര പ്രാവശ്യം നടന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന വേർഡുകളാണ് അഡ്വർബ്സ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇതിനെ ക്രിയാവിശേഷണം എന്നാണ് പറയുന്നത്. ക്രിയ എന്ന് പറയുമ്പോൾ വേർബ്, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് അഡ്വർബ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അതായത് അത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അഡ്വർബ്സ് പഠിക്കുമ്പോൾ. അതെന്താണെന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ഓഫ് അഡ്വർബ്സ്. അതായത് നിങ്ങളിത് സ്കൂൾ കാലത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. കമ്പാരിസൺ ഓഫ് അഡ്വർബ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടിയുടെ ചിത്രമാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഈ കുട്ടിയെ നമുക്ക് ടോൾ എന്ന് പറയാം, പൊക്കമുള്ള ഒരു കുട്ടി. ഇനി അടുത്ത ഒരു കുട്ടിയുടെ പടം ഞാനിവിടെ വരയ്ക്കുകയാണ്. ഈ കുട്ടി, ഈ രണ്ടാമത്തെ കുട്ടി ആദ്യത്തെ കുട്ടിയെക്കാളും ഇച്ചിരി കൂടി പൊക്കം കൂടുതലാണ്. അപ്പൊ നമുക്കിവിടെ ടോളർ എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഒരു കുട്ടിയുടെ പടം വരയ്ക്കുകയാണ്. അപ്പോ ഈ മൂന്ന് പേരിലും ഏറ്റവും പൊക്കമുള്ളത് മൂന്നാമത്തെ കുട്ടിയാണ്. അപ്പൊ മൂന്നാമത്തെ കുട്ടിക്ക് നമുക്ക് ടോളസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ ഒരു രീതിയിലെ കമ്പാരിസണിനെയാണ് കമ്പാരിസൺ ഓഫ് കമ്പാരിസൺ ഓഫ് അഡ്വർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടോൾ, ടോളർ, ടോളസ്റ്റ്. അപ്പോൾ ഇതിനെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ചെറിയ വാക്കുകളാണെങ്കിൽ നമ്മൾ ERഉം ESTയും ഉപയോഗിച്ച് ഇതിന്റെ രണ്ടാമത്തെ ഡിഗ്രിയും മൂന്നാമത്തെ ഡിഗ്രിയും കാണിക്കും. അതായത് ഈ ഒന്നാമത്തെ ഡിഗ്രിയെ പോസിറ്റീവ് എന്നും രണ്ടാമത്തെ ഡിഗ്രിയെ കമ്പാരിറ്റീവ് എന്നും മൂന്നാമത്തെ ഡിഗ്രിയെ സൂപ്പർലേറ്റീവ് എന്നുമാണ് പറയുന്നത്. ഒന്നാമത്തെ ഡിഗ്രിയെ പോസിറ്റീവ് എന്നും രണ്ടാമത്തെ ഡിഗ്രിയെ കമ്പാരിറ്റീവ് എന്നും മൂന്നാമത്തെ ഡിഗ്രിയെ സൂപ്പർലേറ്റീവ് എന്നുമാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ ER വരും, സൂപ്പർലേറ്റീവ് എന്ന് പറയുമ്പോൾ EST വരും. അപ്പൊ ഈ ടോൾ എന്ന് പറയുന്ന വാക്ക് ഒരു ചെറിയ വാക്കാണ്. അതുകൊണ്ടാണ് അതിനോടൊപ്പം ERഉം ESTയും വരുന്നത്. എന്നാൽ വലിയ വാക്കുകൾ, അതായത് രണ്ട് സിലബിളുകളിൽ കൂടുതലുള്ള വലിയ വാക്കുകളാണെങ്കിൽ ERന് വരും മോറും ESTക്ക് വരും മോസ്റ്റുമാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ കറേജിയസ്ലി എന്ന് പറയുന്ന ഒരു വലിയ വേർഡാണ്. അതിനോടൊപ്പം മോർ കറേജിയസ്ലി എന്നും സൂപ്പർലേറ്റീവിൽ മോസ്റ്റ് കറേജിയസ്ലി എന്നും പറയും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ട കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്. ഇനി ചില വാക്കുകളുടെ പോസിറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും നമുക്കൊന്ന് നോക്കാം. സാറ്റിസ്ഫാക്ടറിയുടെ കമ്പാരിറ്റീവ് മോർ
കമ്പാരിറ്റീവ് മോറും സൂപ്പർലേറ്റീവ് മോസ്റ്റും ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. അതിന് മുന്നേ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് സെന്റൻസ് ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അതായത് ഡിഫൈൻ adverb. adverb എന്താണ്? ഉത്തരം എങ്ങനെയാണ്? an adverb tells more about a verb. ഇനി how are adverbs formed? adverbs are formed by adding a suffix to the corresponding adjectives. അതായത് ഒരു സഫിക്സ് ചേർത്തിട്ടാണ് adverbs ഉണ്ടാവുന്നത്. ഇനി what are the various ways in which adverbs are classified? adverbs എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് അവിടെ പറയേണ്ടത്. ഇനി നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. fill in the blanks with suitable adjectives. adjectives ഉപയോഗിച്ച് സെന്റൻസ് ഗ്യാപ്പ് ഫിൽ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് he tried to commit suicide. അപ്പോൾ ഈ ഒരു സെന്റൻസ് അനലൈസ് ചെയ്ത് നോക്കണം. അങ്ങനെ അവൻ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ എന്ന് വരുന്ന ഒരു അഡ്ജക്റ്റീവ് ഒരു adverb ഏതായിരിക്കും? ly ൽ അവസാനിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏത് അഡ്ജക്റ്റീവ് വേണമെങ്കിലും ഏത് adverb വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഇവൻച്വലി. അതായത് അങ്ങനെ അവസാനം ഇവൻച്വലി എന്ന് ഉപയോഗിക്കാം. ഇവൻച്വലി he tried to commit suicide. ഇനി അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് മൈ ബുക്ക്. എന്റെ ബുക്ക് എവിടെ ആണ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് സെൻസിബിൾ ആയിട്ട് ചിന്തിച്ച് ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് വരേണ്ടതെന്നും അവിടെ ഒരു ഇന്ററോഗേറ്റീവ് adverb ആയിരിക്കുമെന്നും അവിടെ വേറെ ആണ് വരേണ്ടതെന്നും മനസ്സിലാക്കി എടുക്കണം. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ. The horse stopped dash. The horse stopped dash. അപ്പോൾ അവിടെ ly ൽ അവസാനിക്കുന്ന ഒരു adverb നോക്കണം. അപ്പോൾ സഡൻലി ഉപയോഗിക്കാം, abruptly ഉപയോഗിക്കാം, അതായത് പെട്ടെന്ന് നിന്നു. പിന്നെ എന്താണ്? ക്വിക്ലി ഉപയോഗിക്കാം. ഏത് ഒരു കറക്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആയിട്ട് ഏത് adverb വേണമെങ്കിലും നമുക്ക് അവിടെ ഉപയോഗിക്കാം. The horse stopped abruptly. ഇനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും. Provide suitable adverbs for adverb phrases in the following sentences. അതായത് സെന്റൻസ് കൊടുത്തിട്ടുണ്ടാവും, അവിടെ adverb phrase ആയിരിക്കും. അത് മാറ്റി ഒറ്റ adverb കൊടുക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നോക്കാം. He did the work with great sincerity. He did the work with great sincerity. He did the work with great sincerity. അപ്പോൾ നമുക്ക് with great sincerity ഇതിനെയാണ് phrase എന്ന് പറയുന്നത്. ഇതാണ് adverbial phrase. അപ്പോൾ ഈ adverbial phraseനെ മാറ്റി ഒരു adverb കൊടുക്കുകയാണെങ്കിൽ ഏതായിരിക്കും? വളരെ സിമ്പിൾ ആണ്. He did the work sincerely. ഇതിനെ നമുക്ക് sincerely എന്ന് മാറ്റാവുന്നതാണ്. ഇനി അടുത്ത ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. He examined the patient with utmost care. He examined the patient with utmost care. അപ്പോൾ ഇവിടെ with utmost care എന്ന് പറയുന്നതാണ് adverbial phrase. ഈ with utmost care എന്ന് പറയുന്നത് മാറ്റി കഴിഞ്ഞാൽ ഏത് adverb നമുക്ക് ഇവിടെ ഉപയോഗിക്കാം? വളരെ സിമ്പിൾ ആണ്. carefully. ഇത് മാറ്റി നമുക്ക്
ഇവിടെ ഉപയോഗിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി, ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. They fought against the enemy with great courage. They fought against the enemy with great courage. അപ്പോ they fought against the enemy with great courage. അതിനകത്ത് ഏതാണ് adverbial phrase? With great courage. അപ്പോൾ അത് മാറ്റി ഏത് adverb നമുക്കിവിടെ ഉപയോഗിക്കാം? Courageously. അത്രയേ ഉള്ളൂ ഇതിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. താങ്ക് യു.